ഹരി ഓം. ബാണയുദ്ധരംഗത്ത് വെച്ച് ശിവജ്വരം ഭഗവാനെ സ്തുതിച്ച് ചൊല്ലിയ ജ്വരസ്തുതി കേൾക്കാം. ഈ സ്തുതി ചൊല്ലിയാൽ ജ്വരബാധ ഉണ്ടാവില്ല. നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാനസംരോധഖേദം യത്തദ്ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 82 ബാണയുദ്ധവും നൃഗമോക്ഷവും. ശ്ലോകം 1. വൃത്തം ശ്രദ്ധര. പ്രദ്യുമ്നോ രൗക്മിണേയ സഖലു തവ കലാശംബരേണാകൃതസ്ഥം ഹത്വാരത്യാസകാപ്തോ നിജപുരമകരദ് രുക്മികന്യാം ച ധന്യാം തത്പുത്രോ ധാനിരുദ്ധോ ഗുണനിധിരവഗത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാകേ ഗതസ്ത്വം നവധിമുസലിനാ രുക്മ്യഭീദ്യുതവൈരാത്. പ്രദ്യുപ്നോ രൗക്മിണേയ, രുക്മിണിയുടെ പുത്രനായ പ്രദ്യുപ്നൻ. സഖലു, അവനാകട്ടെ, ആ പ്രദ്യുപ്നനാകട്ടെ, തവ കല, അങ്ങയുടെ കലാംശവുമായ കാമദേവന്റെ പുനർജന്മവുമായ ശംബരേണ, ശംബരൻ എന്ന അസുരനാൽ ആഹൃത, അപഹരിക്കപ്പെട്ടവനായി, തം ഹത്വ, അവനെ വധിച്ചിട്ട്, ആ ശംബരാസുരനെ വധിച്ചിട്ട്, രത്യാസഖ, രതീദേവിയോടൊപ്പം, കാമദേവന്റെ പത്നി രതിയോടൊപ്പം, ആപ്തോ നിജപുരം, സ്വപുരിയെ ദ്വാരകയെ പ്രാപിച്ചു. അഹരത് രുക്മികന്യാം ച ധന്യാം, രുക്മിണിയുടെ സഹോദരന്റെ ധന്യയായ പുത്രിയെ അപഹരിച്ചു. തത്പുത്രോ, അവന്റെ, ആ പ്രദ്യുപ്നന്റെ പുത്രൻ, അഥാ പിന്നീട്, അനിരുദ്ധോ, അനിരുദ്ധൻ, കാമദേവനാകുന്ന പ്രദ്യുപ്നന്റെ പുത്രൻ അനിരുദ്ധൻ, ഗുണനിധി, ഗുണങ്ങളുടെ നിധി തന്നെയായ, ധാരാളം ഗുണങ്ങളുടെ ഇരിപ്പിടമായ, അവഹദ്, വിവാഹം കഴിച്ചു, രോചനാം, രോചനയെ, രുക്മിപൗത്രീം, രുക്മിയുടെ പേരക്കിടാവായ, രുക്മിയുടെ പുത്രന്റെ പുത്രിയായ രോചനയെ, തത്ര ഉദ്വാഹേ, ആ വിവാഹത്തിന്, ഗതത്വം, അങ്ങും കൃഷ്ണനും പോയിരുന്നു, ന്യവതി, വധിക്കപ്പെട്ടു, മുസലിന, മുസലയം, ആയുധമായവനാൽ, ബലരാമനാൽ, രുക്മി അഭി, രുക്മിയും, ദ്യൂതവൈരാത്, ചൂതുകളിൽ ഉണ്ടായ വൈരം നിമിത്തം. ശ്ലോകാർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശാവതാരവും രുക്മിണീ പുത്രനുമായ പ്രദ്യുപ്നൻ ശംബരൻ എന്ന അസുരനാൽ അപഹരിക്കപ്പെട്ടു. പിന്നീട് ആ അസുരനെ വധിച്ചിട്ട് രതിയോടൊപ്പം ദ്വാരകയെ പ്രാപിച്ച പ്രദ്യുപ്നൻ രുക്മിയുടെ പുത്രി രുക്മവതിയെ അപഹരിക്കുകയും ചെയ്തു. പിന്നീട് പ്രദ്യുപ്നന്റെ പുത്രൻ സർവഗുണസമ്പന്നനായ അനിരുദ്ധൻ രുക്മിയുടെ പൗത്രി രോചനയെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിന് കൃഷ്ണനും രാമനും പോയിരുന്നു. അവിടെ ചൂതുകളിക്കിടയിലുണ്ടായ വൈരം മൂലം ബലരാമൻ രുക്മിയെ വധിച്ചു. ശ്രീകൃഷ്ണനും രുക്മിണിക്കും ഭഗവത് അംശം തന്നെയായ പ്രദ്യുപ്നൻ എന്ന പുത്രൻ ഉണ്ടായി. ശ്രീ പരമേശ്വരന്റെ ക്രോധാഗ്നിയിൽ ഭസ്മമായി തീർന്ന കാമദേവൻ മന്മഥൻ സ്ഥൂല ശരീരമില്ലാതെ സൂക്ഷ്മ ശരീരനായി ജനഹൃദയങ്ങളെ മഥനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈശ്വരേച്ഛയാൽ ഈ കാമദേവൻ കൃഷ്ണപുത്രനായി പ്രദ്യുപ്നൻ എന്ന പേരിൽ അവതരിച്ചിരിക്കുകയാണ്. പ്രദ്യുപ്നൻ തന്റെ മരണത്തിന് കാരണമാകുമെന്ന് ഭയപ്പെട്ട ശംബരൻ എന്ന അസുരൻ ജനിച്ച ഉടനെ ശിശുവിനെ അപഹരിച്ച് കടലിൽ എറിഞ്ഞു. ആ ശിശുവിനെ ഒരു മത്സ്യം വിഴുങ്ങി. ഒരു മുക്കുവൻ അവന്റെ വലയിൽ കുടുങ്ങിയ ആ മത്സ്യത്തെ ശംബരാസുരന് കാഴ്ചവെച്ചു. കാമദേവന്റെ പത്നി രതി ദേവി ശംബരന്റെ അടുക്കളയിൽ ജോലിക്കാരിയായി മായാവതി എന്ന പേരിൽ കാമദേവനെ പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു. കാഴ്ചയായി ലഭിച്ച മീനിനെ മുറിച്ചപ്പോൾ
ആ മീനിനുള്ളിൽ തേജസ്വിയായ ഒരു ശിശുവിനെ കണ്ടപ്പോൾ രതീദേവിക്ക് ഇത് തന്റെ പതി കാമദേവന്റെ പുനർജന്മമാണെന്ന് മനസ്സിലായി. രതീദേവി ആ ശിശുവിനെ രഹസ്യമായി വളർത്തി സർവ ശസ്ത്രവിദ്യകളും മായാവിദ്യകളും അഭ്യസിപ്പിച്ചു. മുതിർന്നപ്പോൾ പ്രദ്യുപ്നനെ യാഥാർത്ഥ്യം ധരിപ്പിച്ച് പിന്നെ ശംബരനെ വധിപ്പിച്ചു. തുടർന്ന് ദ്വാരകയിലെത്തി. രുക്മിണിയുടെ സഹോദരൻ രുക്മി തന്റെ മകളായ രുക്മവതിക്ക് സ്വയംവരം നിശ്ചയിച്ചപ്പോൾ പ്രദ്യുപ്നനിൽ സാക്ഷാൽ മന്മഥനെ തന്നെ പ്രത്യക്ഷമായി ദർശിച്ച രുക്മവതി പ്രദ്യുപ്നനെ വരിച്ചു. പ്രദ്യുപ്നനും രുക്മവതിക്കും സർവഗുണസമ്പന്നനായ അനിരുദ്ധൻ എന്ന പുത്രനുണ്ടായി. ആ പുത്രൻ അനിരുദ്ധൻ രുക്മിയുടെ മകന്റെ മകളായ രോചനയെ വിവാഹം കഴിച്ചു. വിവാഹോത്സവത്തിനിടയിൽ ഭോജകമെന്ന രുക്മിയുടെ രാജധാനിയിൽ വെച്ച് ബലരാമനും രുക്മിയും ചൂത് കളിക്കുകയും ബലരാമനെ രുക്മി അപഹസിക്കുകയും ചെയ്തതുമൂലം ക്രോധിഷ്ഠനായ ബലരാമൻ ഇരുമ്പുലയ്ക്കൊണ്ട് സഭയിൽ വെച്ചു തന്നെ രുക്മിയെ വധിച്ചു. ശ്ലോകം 2 മുതൽ 4 വരെ. വൃത്തം വസന്തതിലകം. ശ്ലോകം 2. ബാണസ്യ സാബലിസുതസ്യ സഹസ്രഭാഗോ മാകേശ്വരസ്യ മകിതാ ദുഹിതാ കിലോഷാ ത്വത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരകാതുരാഭൂത്. ബാണസ്യ ബാണാസുരന്റെ, സാ ബലിസുതസ്യ മഹാബലിയുടെ പുത്രനായ ആ ബാണാസുരന്റെ, സഹസ്രബാഹോർ സഹസ്രബാഹുവായ 1000 കൈകളുള്ളവനായ മാഹേശ്വരസ്യ ശ്രീപരമേശ്വര ഭക്തനായിട്ട് മഹിത ശ്രേഷ്ഠയായ ദുഹിതാം പുത്രി കില ഉഷ ആ ഉഷ എന്നവൾ തത് പൗത്രം അങ്ങയുടെ പൗത്രൻ അനിരുദ്ധനെ ഏനം അനിരുദ്ധം ഈ അനിരുദ്ധനെ അദൃഷ്ടപൂർവം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തവനായ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ട് ഭഗവൻ ഹേ ഭഗവാനെ വിരഹ ആതുര അഭൂത് വിരഹത്താൽ ആതുരയായി ദുഃഖിതയായി ഭവിച്ചു. ശ്ലോകാർത്ഥം. ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ, മഹാബലിയുടെ പുത്രനും മഹേശ്വര ഭക്തനും സഹസ്രബാഹുവുമായ ബാണന്റെ മകൾ ശ്രേഷ്ഠയായ ഉഷ എന്ന രാജകുമാരി അങ്ങയുടെ പൗത്രനും മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തവനുമായ അനിരുദ്ധനെ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ട് പിന്നെ വിരഹാതുരയായി ഭവിച്ചു. വാമനമൂർത്തിയായി അവതരിച്ച മഹാവിഷ്ണുവിന് ഭൂമി ദാനം ചെയ്ത മഹാബലിയുടെ പുത്രനായ ബാണാസുരൻ ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തി സഹസ്രബാഹുവായി തീർന്നു. ശ്രീ പരമേശ്വരനെ തന്നെ തന്റെ രാജധാനി സംരക്ഷിക്കുക എന്ന ചുമതലയും ഏൽപ്പിച്ചു. ബാണാസുരന് അതിശ്രേഷ്ഠയും സൗന്ദര്യാദി ഗുണസമ്പന്നയുമായ ഉഷ പ്രദ്യുപ്നന്റെ മകനും ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനുമായ അനിരുദ്ധനെ സ്വപ്നത്തിൽ ദർശിച്ചു. അനിരുദ്ധനെ ഉഷ മുമ്പൊരിക്കലും ദർശിച്ചിരുന്നില്ല എങ്കിലും സ്വപ്നത്തിൽ മദനകേളികളിൽ ഏർപ്പെട്ട് പ്രഭാതത്തിൽ അനിരുദ്ധനെ കാണാഞ്ഞ് വിരഹവിവശയായി തീർന്നു. ശ്ലോകം 3. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖ തസ്യാ സഖീ വിലഘതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാദ്. യോഗിനിയും അതീവ കുശല അതിസമർത്ഥയുമായ ഖലു ചിത്രലേഖ എന്ന തസ്യാ സഖി അവളുടെ സഖി വിലിഖതി വരച്ചുകാട്ടി തരുണാൻ അശേഷാൻ എല്ലാ യുവാക്കളെയും തത്ര അവരിൽ അനിരുദ്ധനെ
ഉഷയാ വിദിതം ഉഷയാൽ വിദിതനായ തിരിച്ചറിയപ്പെട്ട നിശായാം ആ രാത്രിയിൽ ആനേഷ്ട ആനയിക്കപ്പെട്ടു യോഗബലധോ യോഗബലത്താൽ ഭവതോ നികേതാത് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ദ്വാരകയിൽ നിന്ന്. ശ്ലോകാർത്ഥം. ഉഷയുടെ സഖിയും അതിസമർത്ഥയും യോഗിനിയുമായ ചിത്രലേഖ എല്ലാ യുവാക്കളുടെയും ചിത്രം വരച്ചു കാട്ടി. അതിൽ നിന്ന് ഉഷ തിരിച്ചറിഞ്ഞ അനിരുദ്ധനെ തന്റെ യോഗശക്തി കൊണ്ട് രാത്രിയിൽ അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ദ്വാരകയിൽ നിന്ന് ആനയിച്ച് ശോണിതപുരത്തേക്ക് കൊണ്ടുപോന്നു. ബാണാസുരന്റെ മന്ത്രിയായ കുംഭാസുരന്റെ പുത്രിയാണ് അതിസമർത്ഥയും നാനാകലകളിൽ നിപുണയുമായ ചിത്രലേഖ. പേര് സൂചിപ്പിക്കുന്ന പോലെ അവൾ ചിത്രരചനയിൽ അതിനിപുണയായിരുന്നു. അവൾ അനിരുദ്ധന്റെ ചിത്രം വരച്ച് ഉഷയെ കൊണ്ട് തന്റെ മാരനെ തിരിച്ചറിഞ്ഞിട്ട് ദ്വാരകയിൽ നിന്ന് യോഗബലം കൊണ്ട് അനിരുദ്ധനെ ശോണിതപുരത്തിൽ ഉഷയുടെ അന്തഃപുരത്തിലെത്തിച്ചു. അതിമനോഹരനായ അനിരുദ്ധനെ കണ്ട ഉഷയുടെ മുഖകമലം സന്തോഷം കൊണ്ട് വികസിച്ചു. പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തന്റെ അന്തഃപുരത്തിൽ അനിരുദ്ധനോട് ചേർന്ന് ആനന്ദിച്ചിരുന്നു. അനിരുദ്ധനാണെങ്കിലോ പ്രതിദിനം വർദ്ധിച്ചു വരുന്ന ഉഷയുടെ ഊഷ്മള സ്നേഹത്താൽ നിർവൃതനായി അപഹൃതചിത്തനായി ദിനങ്ങൾ പോയത് അറിഞ്ഞതേയില്ല. എന്നാൽ ഉഷയുടെ ചില ലക്ഷണങ്ങളാൽ അവളുടെ കന്യകാത്വം നശിച്ചു പോയത് മനസ്സിലാക്കിയ ഭടന്മാർ ഇക്കാര്യം ബാണാസുരനെ അറിയിച്ചു. ബാണൻ അത്യന്തം ദുഃഖിതനായി. ശ്ലോകം 4. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്തതദുദന്തദുരന്തരോഷൈഃ ത്വം തസ്യ ശോണിതപുരം യദുഭിർന്യരുന്ധാഃ. കന്യാപുരേ കന്യകയുടെ അന്തപുരത്തിൽ ദയദയാ പ്രിയതമയോടുകൂടി സുഖം ആരമന്ദം സുഖമായി രമിക്കുന്നവനായ ചൈനം അവനെ അനിരുദ്ധനെ കഥഞ്ചന ഒരു വിധത്തിൽ ബബന്ധുഷി പിടിച്ച് ബന്ധിച്ചപ്പോൾ ശർവബന്ധൗ ശിവഭക്തനായ ബാണാസുരൻ ശ്രീ നാരദ ഉക്ത നാരദന്റെ ഉക്തത്താൽ നാരദൻ പറഞ്ഞറിഞ്ഞ് തദുദന്ത അത് അറിഞ്ഞുണ്ടായ ദുരന്തരോക്ഷൈ കഠിന രോഷത്തോടുകൂടി ത്വം അങ്ങ് ശ്രീകൃഷ്ണ തസ്യ ശോണിതപുരം അവന്റെ ആ ബാണാസുരന്റെ ശോണിതപുര രാജധാനിയെ യദുഭിർ നിരുന്ദാഹ യാദവരോടുകൂടി നിരോധിച്ചു. ശ്ലോകാർത്ഥം. കന്യകയായ ഉഷയുടെ അന്തർഗ്രഹത്തിൽ പ്രിയതമയോടൊത്ത് സുഖമായി രമിച്ചു കഴിഞ്ഞിരുന്ന അനിരുദ്ധനെ ശിവഭക്തനായ ബാണാസുരൻ ഒരു വിധത്തിൽ പിടിച്ച് ബന്ധിച്ചു. അനിരുദ്ധന്റെ അവസ്ഥ ശ്രീ നാരദർഷി പറഞ്ഞറിഞ്ഞുണ്ടായ കഠിനമായ കോപത്തോടുകൂടി ഹേ ശ്രീകൃഷ്ണ അങ്ങ് ബാണാസുരന്റെ ശോണിതപുരത്തെ നിരോധിച്ചു. ബാണാസുരൻ കന്യകയുടെ അന്തപുരത്തിൽ ചെന്ന് പരിശോധിച്ചു. അപ്പോൾ യദുകുലവീരനായ അതിസുന്ദരനായ മന്മഥനു തുല്യനായി ശ്യാമനിറ കളേബരനായി മഞ്ഞപ്പട്ടാട അണിഞ്ഞവനുമായ അനിരുദ്ധനെ കണ്ട് ആശ്ചര്യ സ്തംഭിതനായി. ശസ്ത്രങ്ങൾ ഉയർത്തി തന്റെ നേർക്കു പാഞ്ഞു വരുന്ന ബാണാസുരനു നേരെ തന്റെ മുരുവെന്ന പരിഘത്തെ ഉയർത്തി നേരിട്ടു. അനിരുദ്ധനെ തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ബാണാസുരൻ അവസാനം നാഗപാശം കൊണ്ട് ബന്ധിച്ചു. ഉഷയാകട്ടെ കണ്ണുനീർ വാർത്തു. ഈ വാർത്ത ശ്രീ നാരദർഷി പറഞ്ഞതറിഞ്ഞ് ശ്രീകൃഷ്ണൻ യാദവ പടയോടൊത്ത് ശോണിതപുരത്തെ നിരോധിച്ചു. ശ്ലോകം 5-6. വൃത്തം ശിഖരിണി. ശ്ലോകം 5. പുരീപാലശൈല
പ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈർയദുബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഛടിതി യുയുധാനേന യുയുധേ ഗുഹപ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഘടിഷേ. പുരിപാല നഗരപാലകർ. ശൈലപ്രിയ ശൈലന്റെ ഹിമവാന്റെ പ്രിയയായ. ദുഹിത്യനാഥ പുത്രിയുടെ നാഥനായ പതിയായ പരമശിവന്റെ. അസ്യ ഇവന്റെ ബാണാസുരന്റെ. ഭഗവാൻ ശിവഭഗവാൻ ശ്രീ പരമേശ്വരൻ. സമം ഭൂതവ്രാധൈ ഭൂതഗണങ്ങളോടുകൂടി. യദുബലം യാദവ സൈന്യത്തെ. അശങ്കം നിരുരുതേ മടികൂടാതെ നിരോധിച്ചത് തടഞ്ഞു. പ്രാണോ ബാണോ മഹാരഥനായ ബാണൻ. ജഡിധി വേഗത്തിൽ. യുയുധാനേന യുയുധാനോട്. യുയുദ്ധേ യുദ്ധം ചെയ്തു. ഗുഹൻ സുബ്രഹ്മണ്യൻ. പ്രദ്യുപ്നേന പ്രദ്യുപ്നനോടും. ത്വം അഭി അങ്ങും ശ്രീകൃഷ്ണൻ. പുരഹന്ത്രാവിനോടും അതായത് ശ്രീ പരമേശ്വരനോടും. ജഘടിഷേ എതിർത്ത് യുദ്ധം ചെയ്തു. ശ്ലോകാർത്ഥം. ഹിമവത് പുത്രിയായ ശ്രീ പാർവതിയുടെ പതിയും ശോണിപുര പരിപാലകനുമായ പരമേശ്വര ഭഗവാൻ തന്റെ ഭൂതഗണങ്ങളോടൊത്ത് മടിയൊട്ടും കൂടാതെ യാദവ സൈന്യത്തെ നിരോധിച്ചു. മഹാബലവാനായ ബാണാസുരൻ സ്വാതികി എന്ന യുയുധാനോടും ശ്രീ സുബ്രഹ്മണ്യൻ പ്രദ്യുപ്നനോടും യുദ്ധം ചെയ്തു. അങ്ങ് ശ്രീകൃഷ്ണ ശ്രീ പരമേശ്വരനെ നേരിട്ടു. ബാണന്റെ ശോണിതപുരം കാക്കുന്ന കാവൽക്കാരനാണ് ശ്രീ പരമേശ്വരൻ. ഈ ബാണൻ ശ്രീ പരമേശ്വരൻ തന്നെ തന്റെ പുരത്തെ കാത്തു സംരക്ഷിക്കണമെന്ന വരം ശ്രീ പരമേശ്വരനിൽ നിന്ന് നേരത്തെ തന്നെ നേടിയിരുന്നുവല്ലോ. ഈ ബന്ധനത്തിൽ നിന്ന് ശ്രീ പരമേശ്വരനെ മോചിപ്പിക്കുക എന്ന ദൗത്യവും ഈ ബാണാസുര യുദ്ധത്തിൽ നിക്ഷിപ്തമായുണ്ടായേക്കാം. ശ്ലോകം 6. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷിതവാസ്ത്രേണ ഗിരിശേ ദ്രുതാഭൂതാഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാഃ പരാസ്കന്ദത്സ്കന്ദ കുസുമചരബാണൈശ്ച സജീവക സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേനാശു ബിഭിദേ. നിരുദ്ധ നിരോധിച്ചപ്പോൾ. അശേഷ അസ്ത്രേ എല്ലാ അസ്ത്രങ്ങളെയും. മുമുഹിഷി മോഹാലസ്യപ്പെട്ടപ്പോൾ നിശസ്ത്രമാക്കപ്പെട്ടപ്പോൾ. തവാസ്ത്രേണ അങ്ങയുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അസ്ത്രങ്ങളാൽ. ഗിരിശേ ഗിരിശന്റെ. ദ്രുത ഭൂത ഭൂതഗണങ്ങൾ വേഗത്തിൽ തന്നെ. ഭീത ഭയത്താൽ. പ്രമദ കുലവീര പ്രമദ ഗണപുങ്കവന്മാർ. പ്രമദങ്ങൾ ശിവാനുചരന്മാരാണ്. പ്രമദിത മതിക്കപ്പെട്ടവരായി. പരാസ്കന്ദത് സ്കന്ധ സുബ്രഹ്മണ്യൻ പരാജിതനായി. സ്കന്ദൻ പിന്തിരിഞ്ഞോടി. കുസുമ ശരബാണൈശ്ച കുസുമ ശരബാണങ്ങളാൽ. കാമദേവന്റെ ശരങ്ങളാൽ. പ്രദ്യുപ്നന്റെ ബാണങ്ങളാൽ. സജീവ സജീവനായ മന്ത്രിയായ. സകുംഭാണ്ഡോ ആ കുംഭാണ്ഡനും ചിത്രലേഖയുടെ പിതാവായ കുംഭാണ്ഡനും. ഭാണ്ഡം നവം ഇവ പുതിയ മൺകലം എന്ന പോലെ. ബലേന ബലരാമനാൽ. ആശു ബിഭിദേ ഭേദിക്കപ്പെട്ടു. ശ്ലോകാർത്ഥം. ഗിരീശന്റെ എല്ലാ അസ്ത്രങ്ങളെയും അങ്ങ് നിരോധിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ ജംബണാസ്ത്രത്താൽ മോഹാത്സ്യത്തിലായി. ഭൂതങ്ങളും പ്രഥമഗണങ്ങളും മതിക്കപ്പെട്ടു. സ്കന്ദൻ പ്രദ്യുപ്നന്റെ ബാണങ്ങളാൽ പിന്തിരിയപ്പെട്ടു. മന്ത്രിയായ കുംഭാണ്ഡൻ ബലരാമനാൽ പുതുമൺകലമെന്ന പോലെ ഭേദിക്കപ്പെട്ടു. ശ്ലോകം 7-8. വൃത്തം ശ്രദ്ധര. ശ്ലോകം
7 ചാപാനാം പഞ്ചശത്യാ പ്രസഭമുപഗതേ ഛിന്നചാപേതബാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനൈർ അജ്വരീ ത്വജ്ജരേണ ജ്ഞാനീ സ്തുത്വാ ദദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തജ്ഞാനവന്തോऽപി ച ബഹുതമസാ രൗദ്രചേഷ്ട ഹി രൗദ്രാഃ. ചാപാനാം പഞ്ചശതിയ 500 വില്ലുകളുമായി പ്രസഭം ഉപഗതേ വേഗത്തിൽ വന്നെത്തിയ ചിന്ന ചാപേ അധ ബാണേ ബാണൻ പിന്നെ ചിഹ്നമായ ബാണത്തോടു കൂടിയവനായി വ്യർത്ഥേ യാധേ വ്യർത്ഥനായി നിഷ്ഫലമായി മടങ്ങവേ സമേധോ വന്നു ചേർന്ന ജ്വരപതി അശനൈ ജ്വരപതി ശിവജ്വരം പെട്ടെന്ന് അജ്വരി തപിക്കപ്പെട്ടു തജ്വരേണ അങ്ങയുടെ ജ്വരത്താൽ വിഷ്ണു ജ്വരത്താൽ ജ്ഞാനീ സ്തുത്വ അധ ജ്ഞാനിയായി പിന്നെ സ്തുതിക്കപ്പെട്ട് ദത്വ നൽകിയിട്ട് തവ ചരിതജുഷാം അങ്ങയുടെ ചരിതങ്ങളെ കീർത്തിച്ച് വിജ്വരം ജ്വരമില്ലായ്മയെ രോഗമില്ലായ്മയെ സജരോ അഘാത് ആ ജ്വരം പോയി പ്രായോ അന്ധജ്ഞാനവന്ത അവിജ മിക്കവാറും ഉള്ളിൽ ജ്ഞാനം ഉള്ളവരാണെങ്കിലും ബഹുതമസ തമോ ഗുണാധിക്യത്താൽ രൗദ്രചേഷ്ടാഹി രൗദ്ര രുദ്രനെ സംബന്ധിച്ചവർ രൗദ്രചേഷ്ടർ തന്നെ ആണല്ലോ. ശ്ലോകാർത്ഥം പിന്നെ 500 വില്ലുകളുമായി ബാണൻ വേഗത്തിൽ വന്നെത്തി ചാപങ്ങളെ എല്ലാം മുറിഞ്ഞ് നിഷ്ഫലമായ ശ്രമവുമായ ബാണൻ മടങ്ങവേ ജ്വരങ്ങളുടെ നാഥനായ ശിവജ്വരം വന്നു ചേർന്നു. അങ്ങയുടെ വിഷ്ണുജ്വരത്താൽ പെട്ടെന്ന് തന്നെ ശിവജ്വരം തപിപ്പിക്കപ്പെട്ടു. ജ്ഞാനമുണ്ടായ ആ ജ്വരം അങ്ങയെ സ്തുതിച്ചു. അങ്ങയുടെ ചരിതങ്ങൾ കീർത്തിക്കുന്നവർക്ക് ജ്വരബാധ ഉണ്ടാകുകയില്ലെന്ന് അനുഗ്രഹം നൽകിയിട്ട് അവിടെ നിന്ന് ശിവജ്വരം പോയി. അന്തരാളത്തിൽ ജ്ഞാനമുള്ളവരാണെങ്കിലും രുദ്രഗണങ്ങൾ മിക്കവാറും തമോ ഗുണാധിക്യത്താൽ രൗദ്രചേഷ്ടയുള്ളവർ തന്നെ ആണല്ലോ. യുദ്ധത്തിൽ അതിവിശാരദനും 1000 ബാഹുക്കളുള്ളവനുമായ ബാണൻ ശ്രീകൃഷ്ണന്റെ നേർക്കു വന്ന ഉടനെ 500 വില്ലുകളെയും ഏകകാലത്തിൽ മുറിച്ച് സൂതനെയും കുതിരകളെയും വധിച്ച് തേരിനെയും തകർത്തു. അപ്പോൾ ബാണന്റെ മാതാവ് കോടര സ്വപുത്രനെ സംരക്ഷിക്കാൻ തലമുടിയഴിച്ചു മുഖത്താകെ വിതറി വിവസ്ത്രയായി ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്നു നിന്നു. ഭഗവാൻ അവളെ നോക്കാതെ മുഖം തിരിച്ചു നിന്നപ്പോൾ ബാണൻ രാജധാനിയിലേക്ക് ഓടിപ്പോയി. ആ സമയം അഗ്നിരൂപമായ ശിവജ്വരം നേരിട്ടു വന്നു. ഭഗവാൻ ശീതസ്വരൂപമായ തന്റെ ജ്വരത്തെ പുറപ്പെടുവിച്ചു. ഈ ജ്വരങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു. ശിവജ്വരം പരാജയപ്പെട്ടു. ശിവജ്വരം അപ്പോൾ അഞ്ജലീബന്ധം ചെയ്ത് സകലേന്ദ്രിയങ്ങളെയും അടക്കി വാഴുന്ന ശ്രീ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ജ്വരസ്തുതി ഭാഗവതം സ്കന്ധം 10 അധ്യായം 63 ശ്ലോകം 25 മുതൽ 28 വരെ ചൊല്ലി ഭഗവത് അനുഗ്രഹം നേടുക. ശ്ലോകം 8 ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ്വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുദുഷാ ശങ്കരേണോപഗീതഃ തദ്വാചാശിഷ്ടബാഹു ദ്വിതയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമ സാനിരുദ്ധ സഘോഷഃ. ബാണം ബാണാസുരനെ നാനാ ആയുധ ഉഗ്രമായ നാനാ ആയുധങ്ങളാൽ പുനർ വീണ്ടും
അഭിപതിതം നേരിട്ടു വന്ന ദർപ്പദോഷാത് അഹങ്കാരം എന്ന ദോഷത്തിൽ നിന്ന് വിധന്വൻ നശിച്ചവനാക്കി നിർലൂനാൻ അശേഷദോഷം എല്ലാ ദോഷങ്ങളെയും നശിപ്പിച്ച് ബാഹുക്കളെ നശിപ്പിച്ച് സപതി പെട്ടെന്ന് ബുബുദുഷ ബോധവാനാക്കി ജ്ഞാനബോധം ഉള്ളവനാക്കി. ശങ്കരേണ ഉപഗീത ശ്രീ പരമേശ്വരനാൽ സ്തുതിക്കപ്പെട്ടവനായി. തദ്വാച ശ്രീ പരമേശ്വരന്റെ വാക്കുകൊണ്ട് ശിഷ്ടബാഹുദ്വിതയം ഉഭയഥോ രണ്ടു വശത്തും ശേഷിച്ച രണ്ടു കൈകൾ മാത്രമുള്ളവനായി. നിർഭയം ഭയം ഇല്ലാത്തവനായി. തത്പ്രിയം തം അദ്ദേഹത്തിന് ശിവന് പ്രിയപ്പെട്ടവനായ മുക്ത്വ മോചിപ്പിച്ചിട്ട് അവനെ മോചിപ്പിച്ചിട്ട് ദത്തമാനോ ബഹുമാനിതനായി നിജപുരം തന്റെ പുരിയിലേക്ക് ദ്വാരകയിലേക്ക് അഖമ എഴുന്നള്ളി. സാ അനിരുദ്ധ സഹ ഉഷ അനിരുദ്ധനോടും ഉഷയോടും കൂടി. ശ്ലോകാർത്ഥം: അഹങ്കാരദോഷത്താൽ വീണ്ടും എതിരിട്ടുവന്ന പലതരം ആയുധങ്ങളെ കൊണ്ട് ഭയങ്കരനായ ബാണാസുരന്റെ കൈകളെല്ലാം ഛേദിച്ച് ദോഷങ്ങളെ നശിപ്പിച്ചു. പെട്ടെന്ന് ബോധം വന്ന ശങ്കരനാൽ അങ്ങ് സ്തുതിക്കപ്പെട്ടു. ശിവന്റെ നിർദ്ദേശമനുസരിച്ച് ശിവപ്രിയനായ ബാണന്റെ രണ്ടു വശത്തും ഈ രണ്ടു കൈകൾ മാത്രം അവശേഷിപ്പിച്ച് നിർഭയനാക്കി അവനെ മോചിപ്പിച്ചു. അപ്പോൾ ആ ബാണാസുരനാൽ ബഹുമാനിതരായ അനിരുദ്ധനോടും ഉഷയോടും കൂടി തന്റെ പുരമായ ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണൻ തിരിച്ചെഴുന്നള്ളി. ശ്ലോകം 9. വൃത്തം ശിഖരിണി. മുഖുസ്താവത് ശക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതോ ദവദഹനപാനേ നിലസഖം വിധിം വത്സസ്തേയേ ഗിരിശമിക ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷീ തദയമവതാരോ ജയതി തേ. മുഹു വീണ്ടും വീണ്ടും പലതവണ. അവത് ശക്രം അജയോ ഇന്ദ്രനെയാകട്ടെ അങ്ങ് പലതവണ ജയിച്ചു. വരുണം അജയോ നന്ദഹരണേ നന്ദഗോപനെ അപഹരിച്ചപ്പോൾ വരുണനെ ജയിച്ചു. യമം യമനെ ബാല ആനീതൗ യമപുരത്തിൽ നിന്ന് സാന്ദീപനി പുത്രന്മാരെ വീണ്ടെടുത്തപ്പോൾ വിജയിച്ചു. ദവ ദഹനപാനേ അനിലസഖം കാട്ടുതീയിനെ വിഴുങ്ങിയപ്പോൾ വായുസഖിയായ അഗ്നിയെയും വിജയിച്ചു. വിധിം വത്സസ്തേയെ വിധിം ബ്രഹ്മാവിനെ പശുക്കിടാങ്ങളെ അപഹരിച്ചപ്പോഴും ജയിച്ചു. ഗിരിശം ഇഹ ബാണസ്യ സമരേ ഈ പരമേശ്വരനെ ഈ ബാണയുദ്ധത്തിലും വിജയിച്ചു. വിഭോ ഹേ സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പ വിശ്വോത്കർഷി സർവശ്രേഷ്ഠനായി തദയം അവതാരോ ഇവിടെ ഈ അവതാരത്തിൽ ജയതിദേ അങ്ങു മാത്രം വിജയിച്ചരുളുന്നു. ഹേ വിഭോ ശ്രീ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ അങ്ങ് ഇന്ദ്രനെ പലതവണ ജയിച്ചു. വരുണനെ നന്ദഗോപരെ അപഹരിച്ചപ്പോഴും യമനെ സാന്ദീപനി പുത്രനെ യമപുരിയിൽ നിന്ന് ആനയിച്ചപ്പോഴും വിജയിച്ചു. കാട്ടുതീ പാനം ചെയ്തപ്പോൾ അനില സഖിയായ അഗ്നിയെയും വത്സസ്തേയാവസരത്തിൽ ബ്രഹ്മാവിനെയും ഇപ്പോൾ ഈ ബാണാസുര യുദ്ധത്തിൽ ഗിരീശനെയും ജയിച്ചു. അങ്ങനെ അങ്ങയുടെ അവതാരം വിശ്വോത്കർഷമായി വിജയിച്ചരുളുന്നു. അങ്ങനെ ശ്രീകൃഷ്ണാവതാരം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു. ശ്ലോകം 10. വൃത്തം ദ്രുതവിളംബിതം. ദ്വിജരുഷാകൃകലാസവബുർധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദ്വിജരുഷ ബ്രാഹ്മണകോപം മൂലം കൃകലാസ വഭുർധരം ഓന്തിന്റെ രൂപം ധരിച്ച നൃഗനൃഭം നൃഗൻ എന്ന രാജാവിനെ ത്രിദിവാലയം സ്വർഗത്തിലേക്ക് ആഭയൻ പ്രാപിപ്പിക്കുന്നവനായി നിജജനെ തന്റെ ഭക്തരിൽ നിജഭക്തിം ബ്രാഹ്മണരോടുള്ള ഭക്തിയെ അനുത്തമാം ശ്രേഷ്ഠമായി മഹനീയമായി ഉപദിശൻ ഉപദേശിച്ചവനായ പവനേശ്വര ശ്രീ ഗുരുവായൂരപ്പ പാഹിമാം എന്നെ രക്ഷിക്കണേ. ശ്ലോകാർത്ഥം. ബ്രാഹ്മണകോപം മൂലം ഓന്തിന്റെ രൂപം ധരിക്കേണ്ടി വന്ന നൃഗൻ എന്ന രാജാവിനെ സ്വർഗത്തിലേക്ക് അയച്ച് തന്റെ ഭക്തർക്ക് ശ്രേഷ്ഠമായ ബ്രാഹ്മണ ഭക്തിയെ ഉപദേശിച്ച അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. പണ്ട് ഇക്ഷാകുവിന്റെ പുത്രനായ നൃഗൻ എന്ന രാജാവ് അതീവ ദാനശീലനായി ഒരു ബ്രാഹ്മണന് ഒരു പശുവിനെ ദാനം ചെയ്തു. ആ പശു ആകട്ടെ മറ്റൊരു ബ്രാഹ്മണന് ഇതിനു മുൻപേ ദാനം ചെയ്യപ്പെട്ടതായിരുന്നു. ആ പശു വീണ്ടും രാജധാനിയിലെ പശുക്കൂട്ടത്തിലേക്ക് കടന്നുകയറാൻ ഇടയായി. ഇതറിയാതെ നൃഗരാജാവ് മറ്റൊരു ബ്രാഹ്മണന് ഈ പശുവിനെ ദാനം ചെയ്തു. വഴിയിൽ വെച്ച് ആദ്യം ദാനം സ്വീകരിച്ച ബ്രാഹ്മണൻ തന്റെ പശുവിനെ കണ്ട് ഇത് തന്റേതാണെന്ന് വാദം ഉന്നയിച്ചു. രണ്ടാമത്തെ ബ്രാഹ്മണൻ ഇത് തനിക്ക് രാജാവ് ദാനം ചെയ്തതാണ്, തന്റേതു മാത്രമാണെന്നും വാദിച്ചു. രാജസദസ്സിൽ പരാതി എത്തി. എന്നാൽ രണ്ട് ബ്രാഹ്മണരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ല. ഈ സമയം യമൻ നൃഗനെ പ്രാപിച്ചു. യമരാജാവ് ചോദിച്ചു, ഹേ രാജാവേ, അങ്ങ് ആദ്യം പാപകർമ്മത്തിന്റെ ഫലമായ അശുഭത്തെയോ പുണ്യകർമ്മത്തിന്റെ ഫലമായ ശുഭത്തെയോ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് പറയുക. നൃഗരാജാവ് പറഞ്ഞു, ഞാൻ അശുഭഫലം ആദ്യം അനുഭവിച്ചുകൊള്ളാം. ഉടനെ നൃഗരാജന്റെ രൂപം മാറി ഒരു ഓന്തിന്റെ രൂപം പ്രാപിച്ചു. ഈ ഓന്ത് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിൽ നിബദിച്ചു. ആ ഓന്തിനെ കുട്ടികൾ കരയ്ക്കു കയറ്റുവാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്നപ്പോൾ ശ്രീകൃഷ്ണനെ അറിയിച്ചു. കൃഷ്ണന്റെ സ്പർശനമാത്രയിൽ ആ ഓന്ത് ദിവ്യരൂപം പ്രാപിച്ച് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ദശമസ്കന്ധം അധ്യായം 64 ശ്ലോകം 27 മുതൽ 29 വരെ. ആ ദിവ്യസ്വരൂപത്തിന്റെ ഭഗവത് സ്തുതി നമുക്ക് കേൾക്കാം. പിന്നെ ആ ദിവ്യരൂപം ബഹുജനങ്ങൾ വീക്ഷിച്ചിരിക്കെ അതിശ്രേഷ്ഠമായ വിമാനത്തിൽ കയറി സ്വർഗലോകത്തേക്ക് പോയി. ഈ കഥയിലെ സാരം ഇതാണ്: ബ്രാഹ്മണന്റെ സ്വത്ത് ഇച്ഛിക്കുകയോ അപഹരിക്കുകയോ ചെയ്യരുത്. 10 തലമുറയെ അത് നരകാഗ്നിയിൽ വീഴ്ത്തി ദുഃഖം അനുഭവിപ്പിക്കും. ശ്രീ ഗുരുവായൂരപ്പ ശരണം.